ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത്, ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും. ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ഈ എന്താ പറയുക, സ്വാമിമാരെ, അതുപോലെ ഉസ്താദുമാർ, അതുപോലെ അച്ഛന്മാർ, ഇവരൊക്കെ നമ്മൾ കാണുന്നത് അത്രയും ഭക്തിയോടും, അതിപ്പോൾ ഉസ്താദായിക്കോട്ടെ, അതേപോലെ സ്വാമി ആയിക്കോട്ടെ, അതുപോലെ അച്ഛന്മാരായിക്കോട്ടെ, അവരൊക്കെ നമ്മൾ ഭക്തിയോടെ അന്യമതസ്ഥരെ സ്നേഹിക്കുക, അതുപോലെ നമ്മൾ അത്രയും എന്താ പറയുക ബഹുമാനത്തോടെ കാണുന്ന ആളുകളാണ് ഈ ഉസ്താദുമാരായിക്കോട്ടെ, എന്താ പറയുക അച്ഛന്മാരായിക്കോട്ടെ, സ്വാമിമാരായിക്കോട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് എന്താ പറയുക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഹിന്ദുത്വം പറയുന്ന ആളുകൾ, ഇവരൊക്കെ ഈ എന്താ പറയുക അന്യമതസ്ഥരെ, അവരെയൊക്കെ നമ്മൾ കാണുന്നത് വേറെ രീതിയിലാണ്. സ്വാമിമാരെയും അതേപോലെ ഉസ്താദന്മാരെയും അച്ഛന്മാരെയൊക്കെ നമ്മൾ അത്രയും ഭക്തിയോടെയാണ് നോക്കി കാണുന്നത്. എന്നാൽ ഈ അടുത്ത് നടന്ന അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു സ്വാമി പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു പേരാണ്. എന്തായാലും പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞ് ബോധം പോയാൽ ഞാൻ അതിന് ഉത്തരവാദിയില്ല. എന്തായാലും നമുക്ക് അദ്ദേഹം പറയുന്നതെന്ന് കേട്ട് വരാം. ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത്, ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും. അത് ബംഗ്ലാദേശായി മാറും, യാതൊരു സംശയവുമില്ല. കാശ്മീരിലെ ഹിന്ദുവിന് ഓടി വരാൻ ഭാരതത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുവിന് വരാൻ ഭാരതം ഇവിടെയുണ്ട്. പക്ഷേ ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ ഇടതിനും വലതിനും അവന്റെ മക്കൾക്കും പോകുവാൻ ഈ ലോകത്തൊരു രാജ്യവും ഉണ്ടാവില്ല. അവന് കാലുകുത്തുവാൻ ഒരു തരി മണ്ണുണ്ടാവില്ല. ഇത് ആലോചിച്ചിട്ട് വേണം ഇവിടെ രാഷ്ട്രീയം കളിക്കുവാൻ. ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നു വന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. അപ്പോൾ ഇതാണ് ഈ സ്വാമി പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക നിലപാട് വളരെ കൗതുകമാണ്. ഇതിപ്പോൾ നമ്മുടെ യോഗി ആദിത്യനാഥ് പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് വെക്കാം. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തെ നമ്മൾ കാണുന്നതും ആ രീതിയിലാണ്. എന്നാൽ ഈ ഇത്തരം ആളുകൾ, ഉസ്താദന്മാർ, സ്വാമിമാരൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്ന അവസരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസംഗം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.